ഹലോ ഗായ്സ്, വെൽക്കം ടു SMVA ടെക്. അപ്പം നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ കാലമായി. വേറെ കുറച്ച് പരിപാടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡിലേ ചെയ്ത്. അപ്പം നമുക്ക് ഇനി അധികം വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഗായ്സ്, അപ്പോൾ നമ്മൾ കുറേ പേരും ഫോണിൽ വീഡിയോസൊക്കെ എടുക്കണവരായിരിക്കും. മെയിനായിട്ട് ഐഫോണും S23 ഒക്കെ വെച്ചിട്ട് വീഡിയോസ് എടുക്കണവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. ഈ ഫുഡ് വ്ളോഗേഴ്സ്, കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, വെഡ്ഡിങ് വീഡിയോസ് എടുക്കണവർ, അങ്ങനെ തുടങ്ങിയ പല വ്ളോഗേഴ്സും ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ അവരൊക്കെ എടുക്കുന്ന വീഡിയോസൊക്കെ നല്ലതായിരിക്കും, പക്ഷെ അവർക്ക് ഹാൻഡ് ഷെയ്ക്കായിട്ട് അല്ലെങ്കിൽ വീഡിയോ ഷെയ്ക്കായിട്ടൊക്കെ ഇഷ്യൂസ് കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ഐറ്റം, DJI Osmo Mobile 7. അപ്പോൾ ഈ ഒരു ഐറ്റത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഈ DJI Osmo മൊബൈൽ അൺബോക്സ് ചെയ്യാം. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീണ്ടും ഒന്ന് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്ന കുറച്ച് സാധനങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. ഇതിൻ്റെ ഒപ്പം നമുക്കിതാ ഒരു C2C ചാർജർ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ഒപ്പമുള്ള മെയിൻ സാധനം ഇതാണ്. ഇതിലാണ് നമ്മൾ ഫോണിനെ ജിംബലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഫോൺ വെക്കേണ്ട ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഫോൺ ഇതുമ്മ വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വരുന്നത് മാഗ്നറ്റിക് ആണ്. ഈ മാഗ്നറ്റിക് ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫോണിന് ജിംബലായി കണക്ട് ചെയ്യണത്. അപ്പോൾ ഇതൊന്നല്ല മെയിൻ സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതൊരു ക്ലോത്തിൻ്റെ കവറിലാണ് വരുന്നത്. അപ്പോൾ നമുക്കത് തുറക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതാണ് മക്കളെ സാധനം. അയ്യോ, അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കോട് കൂടിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള DJI കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റ് സാധനം തന്നെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം അധികമൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അടുത്തൊരു 2-3 വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എവിടേക്ക് വേണമെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാം. അതാണ് ഞാൻ പറഞ്ഞ വ്ളോഗേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ ഇതിൽ കുറേ മോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നൊക്കെയായി പറയാം. ഇപ്പോൾ ഇതിലെങ്ങനെയാണ് ഇത് ഓൺ ചെയ്യേണ്ട ഓഫ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. ഇങ്ങനെ പൊക്കി കൊടുത്താൽ സംഭവം ഓണായി. ഇപ്പോൾ ഓണായി കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു യെല്ലോ കളറിൽ യെല്ലോ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യണമെന്നാണ്. പിന്നെ എപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് എന്ത് സാധനം ആയിക്കോട്ടെ. ഒരു സാധനം പുതിയത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒന്ന് ഫുള്ള് ചാർജ് ചെയ്തിടാം. ഫുൾ ചാർജ് ആയതിനു ശേഷം എന്തും യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ബാറ്ററി ലൈഫ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഇതിൽ യെല്ലോ ലൈറ്റായിട്ട് ബ്ലിങ്ക് ചെയ്യണമെന്നില്ല. യെല്ലോ ലൈറ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ചാർജ് ചെയ്യണം. ഇപ്പോൾ ഇതൊരു ഗ്രീൻ കളറിലാണുള്ളത്. അപ്പോൾ ഫുൾ അത്യാവശ്യം ചാർജ് ഉണ്ട് ഇതിൽ. പിന്നെ എപ്പോഴും നമ്മൾ ജിംബിളിൽ ഫോണൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ജിംബിൾ ഓഫ് ചെയ്തതിന് ശേഷം പരമാവധി വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ മോട്ടറിനൊക്കെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ സാധനം ഓഫ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണൊക്കെ ഇതിൽ കണക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ വെക്കുമ്പോൾ അതായത് ഈ മാഗ്നറ്റിക് ക്ലാമ്പിനെ ആദ്യം ഫോണുമ്പോൾ കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ക്ലാമ്പിനെ ഇതിലൊരു 4 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 4 ഡോട്ട്സ് ഉണ്ട്. ആ ഡോട്ട്സിന് നേരെ ആയിട്ട് വരുന്ന തരത്തിൽ ഇതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മാഗ്നറ്റിക് ക്ലാമ്പ് ഇതുമ്പോൾ കണക്റ്റ് ആവും. അപ്പോൾ ഇതിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ എന്ന് പറയുന്ന ബട്ടൺ തന്നെ ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ വീണ്ടും നമ്മുടെ ജിംബിൽ ഓണാവും. അപ്പോൾ അങ്ങനെ പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ മോട്ടർ വേഗം കംപ്ലൈൻറ്റ് വരാനും കൂടുതൽ വേറെ ഇഷ്യൂസിലേക്കൊക്കെ പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കുറച്ച് ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബട്ടൺസ് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇനി പറയാം. അതാണ് നമ്മുടെ മാഗ്നറ്റിക് ക്ലാമ്പ്. ഈ ക്ലാമ്പിനെ ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിനെ ക്ലാമ്പ് സെറ്റ് ചെയ്യാം. ഉണ്ടോ?
ഞാൻ എൻ്റെ ഫോണിനെ ക്ലാമ്പുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ക്യാമറയുടെ ഡയറക്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ വേണമെന്നുള്ളത് കണ്ടോ. അപ്പോൾ ഇനി ഇതിലുള്ളൊരു മെയിൻ ബട്ടനാണ് ജോയ്സ്റ്റിക്ക് എന്നുള്ളത്. അതാണ് നമ്മുടെ ജോയ്സ്റ്റിക്ക് ബട്ടൺ എന്ന് പറയുന്നത്. ഈ ബട്ടൺ വെച്ചിട്ട് നമുക്ക് ടോപ്പ് ബോട്ടമിക്കാണ് ടോപ്പിക്കാക്കാം, ബോട്ടം ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെയൊക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ ഇതിലുള്ളൊരു ബട്ടനാണ് ഈ ബട്ടൺ, ഇതാണ് റൊട്ടേറ്റ് ബട്ടൺ. അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ബട്ടൺ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് വരും. ഇതാ, പിന്നെ ഞാൻ വീണ്ടും ആ ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബാക്ക് ക്യാമറയ്ക്ക് പോകും. അങ്ങനെ നമുക്ക് ക്യാമറ ഫ്രണ്ടും ബാക്കും ക്യാമറകൾ മാറ്റാൻ വേണ്ടി അത് ചെയ്യാം. ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതന്നെ 2 വട്ടം ആ ബട്ടൺ പ്രസ് ചെയ്താൽ ഫോണിനെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. വീണ്ടും 2 വട്ടം അമർത്തിയാൽ ഫോൺ തിരിച്ചെങ്ങനെയായിരുന്നു, ഏത് പൊസിഷനിലായിരുന്നു അതിൽ തന്നെ വരും. കണ്ടോ, ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ മോഡിക്ക് പോയി. പിന്നെ വീണ്ടും 1 2 3 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ മോഡിക്ക് വന്നു. കണ്ടില്ലേ? ഇനി വീണ്ടും ഞാൻ ഒരു വട്ടം പ്രസ് ചെയ്താൽ ഫ്രണ്ട് ക്യാമറയ്ക്ക് പോയി, ഫ്രണ്ട് അല്ല ബാക്ക് ക്യാമറയ്ക്ക് പോയി. അപ്പം ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബട്ടൺ യൂസ് ചെയ്യാം, റൊട്ടേറ്റ് ബട്ടൺ. മറ്റേ റൊട്ടേറ്റ് ബട്ടൺ 3 വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ മോഡിക്ക് വരും. വന്നിട്ട് റെക്കോർഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാം. നമുക്ക് വീഡിയോസ് എടുക്കാം. അതന്നെ വീണ്ടും ഞെക്കിയാൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ഈ റെക്കോർഡ് ബട്ടൺ. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഫോൺ ഐക്യു ആണ്. ഈ ഐക്യുവിൽ ഞാൻ ഇപ്പോൾ DJയുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അത് കയറ്റിയിട്ടാണ് ഈ ജിംബലിനെ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ഇനി ഇതിൻ്റെ ഈ സ്ലൈഡിലായിട്ട് കാണുന്നത് ഈ ബട്ടൺസ് ആണ്, സ്ലൈഡർ ബട്ടൺസ്. നമ്മൾ പ്ലസും മൈനസും ഉണ്ട്. അപ്പോൾ ഈ ബട്ടൺസ് വെച്ചിട്ടാണ് നമ്മൾ സൂമിനും സൂം ഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇതിലെ ഈ 1x 10x എന്നൊക്കെ കാണുന്നതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണത് ആ ബട്ടൺ വെച്ചിട്ടാണ്. ഞാൻ അവിടെ ചേഞ്ച് ചെയ്തു, 10x ആയി. വീണ്ടും ചേഞ്ച് ചെയ്യുന്നു, 1x ആവുന്നു. കണ്ടോ, സൈഡിൽ ഈ സ്ലൈഡർ ബട്ടൺ വെച്ചിട്ട് നമുക്കിങ്ങനെ ക്യാമറകൾ ചേഞ്ച് ചെയ്യാം. 1x 10x ഒക്കെ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാം. ചില ഫോണുകളിൽ 2x 3x ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ളൊരു ബട്ടനാണ് ഇത്. ഈ ബട്ടനാണ് ട്രിഗർ ബട്ടൺ. അപ്പോൾ ഈ ബട്ടൺ നമ്മൾ ഒരു വട്ടം പ്രസ് ചെയ്താൽ ഒരു വട്ടം പ്രസ് ചെയ്താൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ ഇപ്പോൾ ഒബ്ജക്റ്റിനെ ഇത് ട്രാക്ക് ചെയ്യും. അതാണ് ഒരു വട്ടം. ഈ ട്രിഗർ ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്താൽ ട്രാക്കിംഗ് ആണുള്ളത്. കണ്ടോ, നമ്മൾ ഫോണിനെ ഇങ്ങോട്ട് നീക്കിയാലും അതിനെ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളതെന്ന് വെച്ചാൽ അതിനെ ട്രാക്ക് ചെയ്യും. പിന്നെ ആ ഒരു ട്രിഗർ ബട്ടൺ തന്നെ 2 വട്ടം പ്രസ് ചെയ്താൽ 1 2 2 വട്ടം പ്രസ് ചെയ്താൽ 1 2 2 വട്ടം മറ്റേ ആദ്യം നമ്മൾ ആ ട്രാക്കിംഗ് കളയണം. 1 2 2 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിംബൽ വീണ്ടും സ്റ്റഡി പൊസിഷനിലേക്ക് വരും. എങ്ങനെ ഉണ്ടായിരുന്നത് ആ പൊസിഷനിലേക്ക് വരും. വീണ്ടും ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതിനെ ട്രാക്ക് ചെയ്യും. പിന്നെ ഈ ട്രിഗർ ബട്ടൺ തന്നെ 3 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 3 വട്ടം പ്രസ് ചെയ്താൽ ജിംബൽ നേരെ 180 തിരിയും. 1 2 3 3 വട്ടം പ്രസ് ചെയ്തപ്പോൾ നേരെ 180 തിരിഞ്ഞു. 180 റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രിഗർ ബട്ടൺ 3 വട്ടം പ്രസ് ചെയ്യാം. അപ്പോൾ ജിംബലിൻ്റെ ബാക്കിലാണ് ഈ ബട്ടൺ വരുന്നത്. 1 2 3 റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് നേരം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വേറെയും കുറച്ച് മോഡുകൾ അവൈലബിൾ ആണ്. ഈ എമ്മിൻ്റെ അടുത്തായിട്ടും ആ ബാറ്ററി ഐക്കണിൻ്റെ അടുത്തായിട്ടും നിങ്ങൾക്ക് വേറൊരു ചിഹ്നം കൂടി കാണാൻ പറ്റുന്നുണ്ടാവും. ബ്ലൂടൂത്തിൻ്റെ അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ചിഹ്നം കാണുന്നുണ്ടാവും. അപ്പോൾ അതൊരു മോഡാണ്. ആ മോഡ് നമുക്ക് XY ഡയറക്ഷനിലൊക്കെ ഇങ്ങനെ എടുക്കാം. നല്ല സ്റ്റഡി ഷോട്ട് കാര്യങ്ങൾക്കൊക്കെ ആ മോഡിലിട്ട് എടുക്കാം. എന്നിട്ട് ഇത് ഈ എം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത മോഡുകളിലേക്ക് മാറ്റാൻ പറ്റും. ഇതിൽ ഈ എം ബട്ടൺ. അപ്പോൾ ഈ എം ബട്ടൺ ഞാൻ പ്രസ് ചെയ്യാണ്. അപ്പോൾ നമുക്കത് അടുത്തൊരു മോഡിൻ്റെ ഇത് ഐക്കൺ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അടുത്തൊരു മോഡിലേക്ക് ഇത് സ്വിച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡിൽ നമുക്ക് ഒരു സിംഗിൾ ഡയറക്ഷനിൽ നമുക്ക് നമ്മുടെ ഫോണിനെ റൊട്ടേറ്റ് ചെയ്യാം. അതായത് ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു സിംഗിൾ ഡയറക്ഷനിൽ നമുക്ക് ഇതിനെ ഫോണിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതങ്ങനെ സിംഗിൾ ഡയറക്ഷനിൽ ഫോണിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത മോഡ് നമുക്ക് എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. എം അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മോഡിലേക്ക് പോവാം. ഈ അടുത്ത മോഡിൽ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മൂവ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇനി അടുത്ത മോഡ് എന്ന് പറയുന്നത് ഇതേപോലെ. അടുത്ത മോഡിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടൊക്കെയാണ് പറ്റിയത്. ഇനി ഈ മോഡിൽ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ജോയ്സ്റ്റിക്ക് തന്നെ അമർത്തി കഴിഞ്ഞാൽ ഫോണിനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും മോഡുകളാണ് വരുന്നത്. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയുള്ള ഒരു ജിംബലാണ്. നല്ല വീഡിയോസൊക്കെ എടുക്കാനും നല്ല സ്റ്റെബിലിറ്റി കിട്ടാനും നമുക്ക് ഈ ജിംബൽ യൂസ് ചെയ്യാം. ബാക്കിലെ ട്രിഗർ 2 വട്ടം അമർത്തി കഴിഞ്ഞാൽ അത് വീണ്ടും സ്റ്റഡി പൊസിഷനിലേക്ക് എത്തും. ഇതേപോലെ റൊട്ടേറ്റ് ബട്ടൺ ഒരു വട്ടം അമർത്തി കഴിഞ്ഞാൽ 2 വട്ടം അമർത്തിയാൽ റൊട്ടേറ്റ് ചെയ്യാം. 2 3 വട്ടം അമർത്തിയാൽ മോഡുകൾ ചേഞ്ച് ചെയ്യാം.
അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത്യാവശ്യം നമ്മുടെ വ്ളോഗേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഇന്നെല്ലാവരുടെയും വ്ളോഗേഴ്സാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് DJIയുടെ ഈ ജിംബൽ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.